നമസ്കാരം. ഖത്തറിൽ ഞാൻ ആദ്യമായിട്ട് എത്തിയിരിക്കുകയാണ്. എല്ലാ മലയാളികൾക്കും എൻ്റെ ശക്തമായ രീതിയിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. അല്ല സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഈ പേപ്പറും കടലാസ് കേട്ടണ കപ്പള്ളിയുടെ കച്ചവടത്തിന് പോകണ്ട? ഞാൻ നിവേദനം, അതായത് ജനസമ്പർക്ക പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും നിവേദനങ്ങൾ എന്തെങ്കിലും തരാം, ഞാനത് പോയി പരിഹരിക്കുന്നതായിരിക്കും. അല്ലെ, പത്രത്തിലൊക്കെ സാർ ഇങ്ങനെ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങളുടെ കണ്ണീരൊപ്പ്. കേരളത്തിലെ വരൾച്ച ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വരൾച്ച ബാധിത പ്രദേശങ്ങളിൽ ഞാനും എൻ്റെ വൈഫും കുട്ടികളും എല്ലാവരും കൂടെ നേരിട്ട് നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതാണ്. അതല്ലേ, അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്നൊന്ന് പറഞ്ഞുതരാമോ? കേരളത്തിലെ വരൾച്ച ബാധിത പ്രദേശങ്ങളായ ഊട്ടി, മൈസൂര്, കൊടൈക്കനാൽ, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ ഞാനും ഫാമിലിയായിട്ട് പോയി സന്ദർശനം നടത്തിയതാണ്. ഇതൊക്കെ സുഖവാസ കേന്ദ്രങ്ങളല്ലേ? അവിടെയൊക്കെ ചെന്നിട്ട് 30 കിലോ അരി വെച്ച് ഓരോ വീട്ടിലും കൊടുക്കുകയുണ്ടായി. എന്റെ പൊന്നി സാർ, ഈ വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഈ അരിയൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം? കഞ്ഞോക്കാൻ പറ്റുമോ? അരി വറുത്തു തിന്നാമല്ലോ, അതാണല്ലോ ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. ഓ, ഫ്രൈഡ് റൈസ്. അപ്പൊ പിന്നെ വേറെ കാര്യമുണ്ട് സാറേ, നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, എന്തോ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞോണ്ട്. അവർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് മുഖ്യമന്ത്രിയോട് നേരിട്ട് വന്ന് പറയാം, അവരോട് വരാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട നമ്മുടെ ലീഡറും മകനും മകളും എന്തോ സംശയം അവരാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് പറയാനുള്ള കേട്ടിട്ട് പോ. എന്താ പറയാനുള്ളത്? വരുന്നുണ്ട്. ചായ നിന്നെ കാണാനെന്തൊരു ഫിഗറാണ്. അടടി മാമനെ താഴെ ഇറക്കിട്ട് കേരളം ഞങ്ങള് തന്നില്ലേ? മോളെ ശരിക്കും സോപ്പിട്ട് പതപ്പിച്ചോളൂ. മോനെ പപ്പിക്കുട്ടി, അയാളുടെ വീട്ടിലേശിൽ കയറി പിടിക്കൂ. അതല്ല ഉദ്ദേശിച്ചത്, അയാളെ പൊക്കി പറയാൻ. കൊടുക്കാൻ പണി. ലവാണ് ഐ ഗ്രൂപ്പിനെന്നും ലവാണ്. ചാണ്ടിച്ചായ നിന്നെ കാണാനെന്തൊരു ഫിഗറാണ്. അച്ചടി മാമനെ താഴെ ഇറക്കിട്ട് കേരളം ഞങ്ങള് തന്നില്ലേ? എന്റെ കർത്താവേ, 3 ഇവിടെ ഉണ്ടല്ലോ. മോനെ ചാണ്ടി, ഇനി നിന്റെ കാര്യം അധോഗതിയാണ്. പിന്നെ മോനെ ചുരുള നോക്കി നിൽക്കാതെ അതെടുത്ത് വായിച്ചയാളെ വീഴ്ത്തടാ. താഴെ ഇറങ്ങിയ ആണ്ടണിച്ചായന് ഞങ്ങളും തമ്മിൽ ഉടക്കാള്. നാണിച്ച് നിൽക്കണ ചാണ്ടിച്ചാനോട് പണ്ടേ ഞങ്ങൾക്ക് ലവാണ്. കേരളം കുട്ടിച്ചോറാക്കി ഈ ഫാമിലിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. പെണ്ണെ പപ്പി പെണ്ണെ, നിന്നെ കണ്ടാലുള്ളിൽ തീയാണ്. എട്ടും പൊട്ടും അറിയാത്ത പെണ്ണിന് കുഞ്ചല് കാണുമ്പോ പേടിയാണ്. എടാ മുണ്ടുപറിയ, നിന്നോടും എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. ചുരുള കൊച്ചു കള്ളാവിന്റെ കയ്യിലിരിപ്പ് നടക്കൂല. വെളിയിലിരിക്കണ പാമ്പിനെടുത്ത് ഞാൻ വേണ്ടാത്തൊടുത്ത് വയ്ക്കൂല. ചാണ്ടിയോനെ, നീ വേദനിപ്പിച്ചിരിക്കുന്നത് ഒരു മൂർഖൻ പാമ്പിന്റെ കുടുംബത്തെയാണ്. We will meet again. Just Kachambardai.